നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും, നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും, നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 10-ാമത് വാക്യത്തിൽ ആഴമായുള്ള ഒരു പ്രസ്താവനയുണ്ട്. അത് പ്രബോധനത്തിൻ്റെ വില എത്രമാത്രം വലുതാണ് എന്ന് ചോദിച്ചാൽ, വെള്ളിയേക്കാൾ വിലയുള്ളതാണ് പ്രബോധനം എന്നോർപ്പിക്കുകയാണ്. ആരുടെ പ്രബോധനമാണ് നമ്മെ നാശത്തിലേക്കും തകർച്ചയിലേക്കും പരാജയത്തിലേക്കും വീഴ്ചയിലേക്കുമൊക്കെ നമ്മെ കൊണ്ടെത്തിക്കുന്ന ചില പ്രബോധനങ്ങൾ, ചില ഉപദേശങ്ങൾ ഈ ലോകത്ത് ചില ആളുകൾ നൽകിത്തരാറുണ്ട്. എന്നാൽ നമ്മെ പ്രബോധിപ്പിക്കുന്നത് ആരാണെന്നും പ്രബോധനങ്ങളുടെ മൂല്യമെന്താണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നാം തിരസ്കരിച്ചു കളയേണ്ട, നമ്മുടെ നാശത്തിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമ്മോട് പ്രബോധിപ്പിക്കുന്ന ആളുകളുടെ വാക്കുകളെ നാം തിരസ്കരിക്കുകയും മാത്രമല്ല, ദൈവം നമ്മെ ആഴമായി അനുഗ്രഹിപ്പാൻ ആഗ്രഹിച്ചിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പ്രബോധനങ്ങൾ നാം തള്ളിക്കളയാതെ അത് വിലപ്പെട്ടതാണെന്നും അത് വെള്ളിയേക്കാൾ വിലയുള്ളതാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നാം അതിനെ സ്വീകരിക്കുന്നവരും അതിനനുസരിച്ച് ജീവിക്കുന്നവരുമായി തീരുവാൻ നമ്മെ സമർപ്പിക്കേണ്ടതുണ്ടെന്നും ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. 25-ാം അധ്യായത്തിലേക്ക് സദൃശവാക്യങ്ങളിൽ നാം വരുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും. വെള്ളിക്കകത്ത് എന്തുണ്ടെന്ന് ചോദിച്ചാൽ കീടമുണ്ട്. അത് പൂർണ്ണമായി മാറ്റിയെങ്കിൽ മാത്രമേ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉരുപ്പടി തട്ടാൻ ലഭിക്കുന്നുള്ളൂ എന്ന് ഓർപ്പിച്ചിരിക്കുകയാണ്. 26-ന്റെ 23-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴും, സ്നേഹം ജ്വലിക്കുന്ന അധരവും ദുഷ്ടഹൃദയവും വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം പോലെയാകുന്നു. നോക്കുക, ചക്കരവാക്ക് പറയുന്നവർ, സ്നേഹം പ്രകടിപ്പിച്ച് കാണിക്കുന്ന ചില ആളുകൾ, അതുള്ളിൽ നിന്ന് വരുന്നതല്ല, ആ തലത്തിൽ വരുന്നതായ ചില ആളുകൾ നമ്മോട് ചില പ്രബോധനങ്ങൾ ഒക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം പോലെ മാത്രമാണ് അതുള്ളതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നാം അറിയേണ്ടതുണ്ട്. ശലോമോൻ്റെ മരണശേഷം തൻ്റെ മകനായിരിക്കുന്ന രെഹബെയാം ഇസ്രായേലിന് രാജാവായി വരുവാനായിട്ട് പോകുമ്പോൾ ഒരുപറ്റം ആളുകൾ രെഹബെയാമിൻ്റെ അരികിൽ വന്ന്, നിൻ്റെ അപ്പനായ ശലോമോൻ ചെയ്തതുപോലെ നീ ഞങ്ങളോട് ചെയ്യുന്നുവെങ്കിൽ നിന്നോടുകൂടെ നിൽപ്പാൻ ഞങ്ങൾക്കിഷ്ടമില്ല എന്ന് പറയുമ്പോൾ, ആലോചിച്ച് ഉത്തരം പറയാമെന്ന് പറഞ്ഞ് സമയം ചോദിച്ചു മാറുന്ന രെഹബെയാം തന്നെ പ്രബോധിപ്പിക്കാൻ പ്രാപ്തിയുള്ള ആളുകളോട് പ്രബോധനം ചോദിച്ചു. അവരുടെ പ്രബോധനം വളരെ കടുപ്പമേറിയതായിരുന്നു. അത് രെഹബെയാമിന് ഗുണമല്ല, അതിലുപരി ദോഷമാണ് ഭവിച്ചത്. ഇസ്രായേൽ അതുകൊണ്ടാണ് രണ്ടായി വിഭാഗിക്കപ്പെടുകയും ഇസ്രായേൽ യഹൂദ എന്ന് പറയുന്ന 2 ഭാഗമായി മാറുകയും ചെയ്യുവാനിടയായത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം വളരെ ശ്രദ്ധാലുക്കളായി നമ്മെ പ്രബോധിപ്പിക്കുന്ന എല്ലാവരും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയോ ദൈവഹിതപ്രകാരമുള്ള പ്രബോധനമോ ആകണമെന്നില്ല പറയുന്നത്. ദൈവത്തിൻ്റെ തിരുഹിതപ്രകാരമുള്ള പ്രബോധനങ്ങളെ നാം മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും ആ പ്രബോധനങ്ങൾ വെള്ളിയേക്കാൾ വിലയുള്ളതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാനും നാം തയ്യാറാകുന്നുവെങ്കിൽ നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരും. നാം ഒരു പഴഞ്ചൊല്ല് ഇങ്ങനെ പറയാറുണ്ട്, മൂത്തവർ പറയും മുതുനെല്ലിക്ക ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും. നല്ല ചില പ്രബോധനങ്ങൾ കയ്പായി നമുക്ക് തോന്നിയെന്ന് വരാം.
പക്ഷെ പിന്നത്തേതിൽ അത് മധുരം നൽകുന്നതാണ്. നമുക്ക് മധുരം നൽകുന്ന നല്ല പ്രബോധനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നമ്മെ സമർപ്പിച്ച് ജീവിക്കാം, അതിന് നമ്മെ ഒരുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, വെള്ളിയേക്കാൾ വിലയുള്ള പ്രബോധനങ്ങളെ നിരസിക്കുന്നവരും തള്ളിക്കളയുന്നവരുമായി ഞങ്ങൾ മുൻപോട്ട് പോകുകയല്ല. ഞങ്ങൾ അതിൻ്റെ വില മനസ്സിലാക്കി, അതിലൂടെയുള്ള നന്മകൾ മനസ്സിലാക്കി, അതിലൂടെയുള്ള അനുഗ്രഹങ്ങൾ മനസ്സിലാക്കി, അതിനനുസൃതമായി ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.